സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. റാവു ബഹദൂർ ഒയ്യാരത്ത് ചന്തുമേനോൻ 1889 ഇന്ദുലേഖ എന്ന ഒരൊറ്റ നോവലിലൂടെ കേരളത്തിന്റെ സമൂഹ ശരീരത്തിൽ തുടങ്ങിവെച്ച ശസ്ത്രക്രിയ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആലങ്കാരികമായ അർത്ഥത്തിലാണെങ്കിലും ആണും പെണ്ണുമായി പിൽക്കാലത്ത് ചികിത്സാരംഗത്ത് അവതരിച്ച സോഷ്യൽ സർജന്മാരുടെ നീണ്ട നിര മലയാളി പെൺജീവിതങ്ങളെ പല നിലയ്ക്കും മാറ്റിമറിച്ചു. 1.25 നൂറ്റാണ്ടിനിപ്പുറം നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അർത്ഥരഹിതം മാത്രമല്ല അനർത്ഥഭരിതവുമായിരുന്നു ആചാരശീലങ്ങളിൽ മിക്കതും. എങ്കിലും ഇപ്പോഴും ക്ഷേത്രങ്ങളിൽ ചുരിദാറിൽ പ്രവേശിക്കാമോ, ശബരിമലയിൽ ചെന്ന് യുവതികൾക്ക് ശാസ്താവിനെ കാണാമോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ രാജകൽപ്പനകൾ കാത്ത് കൊട്ടാരവാതിക്കൽ തന്നെ നിൽക്കുകയാണ്. ഈ കാത്തുനിൽപ്പിലേക്ക് ചിന്താശേഷിയുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കാൻ ക്രാന്തദർശിയായ എഴുത്തുകാരൻ്റെ പൗത്രിയുടെ പേരക്കുട്ടി ഡോക്ടർ ചൈതന്യ ഉണ്ണി മുതുമുത്തച്ഛൻ്റെ സങ്കല്പ നായികയെ നൃത്യനാടകമാക്കി സ്റ്റേജിൽ അവതരിപ്പിക്കാൻ ആസ്ട്രേലിയയിലെ തിരക്കുള്ള ചികിത്സാരംഗത്ത് നിന്ന് അല്പനാളുകൾ കടമെടുത്ത് കേരളത്തിലെത്തിയിരിക്കുന്നു. വേറിട്ട കാഴ്ചകളിലെ ഈ ഉപാധ്യായത്തിലെ അതിഥി ഡോക്ടർ ചൈതന്യ ഉണ്ണിയാണ്. ഞാൻ ജനിച്ചത് ഒരു 2 ടൈപ്പ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കൂടെയുള്ള എക്സ്പോഷർ കിട്ടിയിട്ടാണ്. അച്ഛൻ്റെ സൈഡിൽ ആർട്ടിനോടും ഇങ്ങനെ എല്ലാവിധ കല, പാട്ട്, ഡാൻസ് അങ്ങനെയുള്ള കല താല്പര്യമുള്ള ഒരു കുടുംബം, കഴിവുള്ളവരുടെ കുടുംബം. അമ്മയുടെ വീടാണെങ്കിൽ കൂടുതലായിട്ട് പഠിത്തത്തിന് മുൻതൂക്കം കൊടുക്കുന്നത് അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണ്. കല എപ്പോഴും എൻ്റെ ജീവിത ശൈലിയായിരുന്നു എന്ന് പറയാം. അതിന് എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പാടാനുള്ള കഴിവില്ല, പക്ഷേ ഡാൻസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് വളരെ ചെറുപ്പത്തിലേ എനിക്ക് തോന്നിയിരുന്നു. ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവുമല്ലോ. അത് ഒരു 3 വയസ്സ് മുതൽ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എന്നെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്, പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റിൽ ഡാൻസിൻ്റെ ABCD പഠിച്ചു തുടങ്ങിയത് കലാമണ്ഡലം ചന്ദ്രിക ടീച്ചർ അടുത്തു നിന്നാണ്. പിന്നെ കലാമണ്ഡലം സരസ്വതി ടീച്ചർ MT വാസുദേവൻ സാറിൻ്റെ വൈഫ് കോഴിക്കോട് നൃത്താലയ, അവിടെയാണ് ഞാൻ പിന്നെ സീരിയസ് ആയിട്ടുള്ള പഠനം അവിടെ നിന്നാണ് ചിട്ടയോടെ വീണ്ടും കണ്ടിന്യൂ ചെയ്തത്. ഒരു 5-6 വയസ്സ് മുതൽ 5 വയസ്സ് മുതൽ അവരുടെ കൂടെ തന്നെ. പിന്നെ അവിടുന്ന് ഈ അരങ്ങേറ്റം ഒരു 8-9 വയസ്സാകുമ്പോൾ അരങ്ങേറ്റം ആയിരുന്നു. പിന്നെ ഭരതനാട്യം കഴിഞ്ഞു, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഇതെല്ലാം അവിടെ നിന്ന് തന്നെയാണ് അഭ്യസിച്ചിരിക്കുന്നത്. പിന്നെ ഭാരതി ശിവജി അവരുടെ അടുത്തുനിന്ന് മോഹിനിയാട്ടം അതിൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഡോക്ടർ സുനന്ദ നായർ അവരുടെ അടുത്തുനിന്ന് മോഹിനിയാട്ടം കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ അഭ്യസിക്കുന്നു. പിന്നെ ബ്രാഗ ബേസൽ ആ മാഡത്തിൻ്റെ അടുത്ത് നിന്നും പഠിക്കുന്നുണ്ട്. സിനിമയിലേക്കുള്ള ഇൻ്റർവ്യൂ അത് ഭയങ്കര യാദൃശ്ചികമായിട്ടാണ് വന്നു പെട്ടതാണ്. ഇപ്പോൾ എറണാകുളത്ത് വെച്ചിട്ട് ആയിരുന്നു അത് ഇൻ്റർവ്യൂ. അപ്പോൾ ഒരുപാട് 300 ചില്ലാനം കുട്ടികളൊക്കെ ഉള്ള നീണ്ട ക്യൂ ആണെന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. 300 ചില്ലാനം കുട്ടികളിൽ 5 പേരെ തിരഞ്ഞെടുത്തു. അപ്പോൾ അതിൽ ഞാനുണ്ടായിരുന്നു 5 പേരിൽ. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഒരു പാട്ട് പഠിപ്പിച്ചു. ആ പാട്ട് ആക്ഷൻ സോങ് ആയി കാണിക്കണം. എനിക്ക് എന്ത് കിട്ടിയാലും എനിക്കിഷ്ടമാണ് ഇങ്ങനെ ആക്ട് ഔട്ടൊക്കെ ചെയ്ത് കാണിക്കാൻ. അപ്പോൾ ഈ 5 പേരിൽ എന്നെ വിശ്വംഭരൻ സാറാണ് അങ്കിളാണ് അന്ന് ഇൻ്റർവ്യൂ ചെയ്തിരുന്നത്, അങ്ങനെ തിരഞ്ഞെടുത്തു. പിന്നെ എനിക്ക് ആക്ച്വലി പഠനത്തിൽ ബ്രേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛനമ്മ ശ്രമിച്ചു. ഈ പരീക്ഷേൻ്റെ ഇടയിൽ സിനിമയ്ക്ക് പോകാറില്ല, അങ്ങനെ ഒക്കെ അതിനെ എഫക്റ്റ് ചെയ്യാതെ കൊണ്ടുപോകാൻ ബാലതാരമായിട്ട് അങ്ങനെ കുറേ അഭിനയിച്ചു. അതിൻ്റെ കൂടെ അതിനെക്കാട്ടും പ്രാധാന്യം ഒരു പക്ഷേ ഡാൻസിനും പാട്ടിൻ്റെ പഠനത്തിനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയ ക്ലാസ് മുതൽ എന്തിനും
പങ്കെടുക്കും. അത് മാപ്പിളപ്പാട്ടൊന്നും അറിയില്ല എന്നാലും പങ്കെടുക്കും. മോണോ ആക്ടെങ്കിൽ മോണോ ആക്ട്, മിമിക്രി എങ്കിൽ മിമിക്രി. യാതൊരു മടിയുണ്ടായിട്ടില്ല. എല്ലാം ഒന്ന് പരീക്ഷിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ കഥകളി കളിച്ചിട്ടില്ല, പക്ഷെ അത് ചെയ്തു. അങ്ങനെ സിനിമ അതിൻ്റെ കൂടെ പോകുന്നുണ്ടായിരുന്നു. ഒരു 8 വയസ്സ് 9 വയസ്സാകുമ്പോഴാണ് ഓർമ്മയിലെന്നും എന്നുള്ള ഒരു സിനിമയിൽ എനിക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡ് ഫോർ ദ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് അങ്ങനെ കിട്ടിയത്. പിന്നെ അതേ കൊല്ലം തന്നെ കലാവേദി അവാർഡ്, അതേ മൂവി, അത് സീമ രതീഷ് അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. അതിൽ സെൻട്രൽ ക്യാരക്ടറായിരുന്നു. അതിൻ്റെ ഒരു തമിഴ് വേർഷൻ ഉണ്ടായിരുന്നു. അത് നമ്മളെ ആക്ട്രസ് മീനയാണ് അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അൻപുള്ള രജനീകാന്തായിരുന്നു അതിൻ്റെ തമിഴ്. അതിൻ്റെ റീമേക്ക് മലയാളത്തിൽ ഓർമ്മയിലെന്നും അത് ഞാനാണ് ചെയ്തത്. അതിലാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. അപ്പോൾ അതിന് മുന്നേ വന്നത് ഈ തണലിൽ ഇത്തിരി നേരം, അധ്യായം 1 മുതൽ 10ാം ഉദയം, TP ബാലഗോപാലൻ MA, പിന്നെ സദയം, അങ്ങനെ ഒരു 10-20 പടത്തിൽ. അപ്പോൾ പണ്ട് പിന്നെ ബേബി ചൈതന്യ എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് ചാലപ്പുറം നിവാസികളായ ഉണ്ണിയുടെയും ജ്യോതി മേനന്റെയും മകൾ ചൈതന്യയുടെ മുന്നിൽ കുട്ടിക്കാലത്ത് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും അഭിനയത്തിൻ്റെയും ഉൾപ്പെടെ അനേകം പാതകൾ തുറന്നു കിടന്നിരുന്നു. എന്നാൽ ചെയ്തു പോയ പ്രവൃത്തികളെ ചൊല്ലി പിൽക്കാലത്ത് പശ്ചാത്തപിക്കാൻ ഇടവരരുത് എന്ന നിശ്ചയദാർഢ്യത്തിൽ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കഴിഞ്ഞിരുന്ന ബേബി ചൈതന്യ അമ്മത്താവഴിയിലെ മുത്തച്ഛൻ ഡോക്ടർ KG മേനോന്റെ വഴി തിരഞ്ഞെടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBSന് ചേർന്നു. പിന്നീട് ഇംഗ്ലണ്ടിൽ നിന്ന് MRCGP, ഓസ്ട്രേലിയയിൽ നിന്ന് FRA CGP, ത്വക്ക് ചികിത്സയിൽ ഡിപ്ലോമ എന്നീ ബിരുദങ്ങളും നേടി. എന്നെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് എൻ്റെ മുത്തശ്ശനാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ മുത്തശ്ശൻ്റെ പ്രൊഫഷൻ തന്നെ എടുക്കണം എന്ന് തീരുമാനിക്കാൻ കാരണം. തുടക്കത്തിൽ ഞാൻ സൈക്യാട്രിസ്റ്റ് ആവണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തിൽ സൈക്യാട്രി തുടങ്ങി. സൈക്യാട്രി പകുതി വഴിയിൽ വിട്ടിട്ട് ഞാൻ ജനറൽ പ്രാക്ടീസ് ചെയ്ത് MRCGP എടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഡെർമറ്റോളജി, സ്കിന്നിനോട് നല്ല താല്പര്യമുണ്ട്. അവിടെയാണെങ്കിൽ ഒരുപാട് സ്കിൻ ക്യാൻസറൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതിനോട് താല്പര്യമുണ്ടായി. അപ്പം ആ ഫീൽഡിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ ജനറൽ പ്രാക്ടീഷണറുമാണ്, കൂടാതെ ഡെർമറ്റോളജി എൻ്റെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഡിപ്ലോമ എല്ലാം എടുത്തു. സ്കിൻ ക്യാൻസറും ഡെർമറ്റോളജിയും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പഠിക്കണം ഇനിയും എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പം അത് തൽക്കാലം ഇപ്പം നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് എൻ്റെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിൽ ഇരിക്കാനാണ് ഡാൻസിലേക്ക് തിരിച്ചു വരവ്. അവൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഏത് കാര്യം അവൾക്ക് നടത്തി കിട്ടും. അങ്ങനെ തന്നെയാണ് പഠിപ്പിലുണ്ടായിരുന്നത്. സ്കൂളിലെത്തുമ്പോഴും ഹൈസ്കൂളിലെത്തുമ്പോഴും ഈ കലാ കോമ്പറ്റീഷൻസിനൊക്കെ മോള് 1ാം സമ്മാനം മേടിച്ച് കൊണ്ടിരുന്ന വലിയ അഭിമാനത്തോടെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ റീഡി ക്രിക്ക് വില്ലേജ് മെഡിക്കൽ സെന്ററിൽ ഡോക്ടർ തന്യ ഉണ്ണി എന്ന പേരിലും പ്രാക്ടീസ് ചെയ്യുന്ന ചൈതന്യയും ഭർത്താവും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന വേറെയും സ്ഥാപനങ്ങളുടെ ഉടമസ്ഥരും ഡോക്ടർമാരുമാണ്. എങ്കിലും ഈ കലാകാരിയുടെ അകത്തളത്തിൽ എവിടെയോ ശൂന്യമായ ഒരിടം വികസിക്കുന്നുണ്ടായിരുന്നു. നൃത്തം നൽകുന്ന ആത്മഹർഷമില്ലാതെ ജീവിതം പൂർണ്ണമാവില്ലെന്ന് ബോധ്യമായിക്കൊണ്ടിരിക്കെയാണ് മുതുമുത്തച്ഛൻ്റെ കാലാതീതമായ ആഖ്യായിക കാവ്യനാടകമായി അവതരിപ്പിക്കാനുള്ള അവസരം കൈവന്നത്. വളരുന്നു ഹൃദി മോഹം എന്നോമലേ, വളരുന്നു ഹൃദി മോഹം. ഞങ്ങൾ ജനിച്ച് വളരുന്നത് ചന്തുമേനോനും അവരുടെ കഥകളും എല്ലാം കേൾക്കുന്നൊരു അന്തരീക്ഷത്തിലാണ്. പക്ഷെ ഇതിൻ്റെ ശരിയായിട്ടുള്ള അതിൻ്റെ മഹത്വം അറിയാൻ ഒരു പക്ഷേ ഒരുപാട് വർഷങ്ങളെടുത്തു. എൻ്റെ മെച്യൂരിറ്റിയും കൂടി വന്നപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇത്രയും വർക്കിൻ്റെ അതിൻ്റെ ഫുൾ എസെൻസ് എനിക്ക് മനസ്സിലായത്. ഇതിലേക്ക് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഓരോരോ കാര്യങ്ങളാണ് നമ്മളോട് സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഫസ്റ്റിൽ ഒരു 14-15 വയസ്സൊക്കെ ആകുമ്പോഴാണ് ആദ്യം വായിക്കുന്നത്.
വായിക്കുമ്പോൾ എൻ്റെ ഒരു പ്രായം അതാണ്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ഒരു നല്ല സുന്ദരിയായിട്ടുള്ള നായിക, നല്ലൊരു പ്രണയം, ആ പ്രണയത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥ. അതിനപ്പുറം ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കാലങ്ങൾ കഴിയുമ്പോൾ എപ്പോഴും ഞാൻ ആ ഒരു കുട്ടിക്കാലത്ത് തന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇന്ദുലേഖ എന്തൊരു ഭംഗിയുള്ള പേരാ, എന്താ എന്നെ ഇന്ദുലേഖ എന്ന് വിളിക്കാത്ത, ഇന്ദുലേഖ എന്ന് വിളിച്ചാൽ എന്ത് രസമുണ്ടാവും. അപ്പം നമുക്ക് ആ ക്യാരക്ടറിനോട് ഇങ്ങനെ ഞാൻ അടുക്കുമായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, നമ്മൾ അവിടെ എത്തി. അങ്ങനെ ഇടയിലിങ്ങനെ പ്രോഗ്രാംസും എല്ലാം പലരുടെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഡാൻസിലേക്ക് വരണം, എനിക്ക് ഡാൻസ് ചെയ്യണം, അത് എൻ്റെ ജീവിത രീതിയായിരുന്നു കുറേ ചെറുപ്പം മുതലേ. പിന്നെ അവിടെ എത്തി ഞങ്ങൾ ബിസിനസ്സിലും ജോലിയിലും പിന്നെ ഫാമിലി ലൈഫൊക്കെ ആയിട്ട് തിരക്ക് ആയിട്ട് പോയി. അപ്പോൾ എൻ്റെ റിയൽ പാഷനിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. ഞാൻ പറയും, ഞാൻ എൻ്റെ ഹസ്ബൻഡായി ഡിസ്കസ് ചെയ്യും. എൻ്റെ അനിയൻ ഈസ് വെരി സപ്പോർട്ടീവ്. എൻ്റെ അനിയൻ നിഖിൽ അമേരിക്കയിലുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പോൾ അവനോടും പറയും, ചേച്ചിക്ക് ഭയങ്കര ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ എന്തോ ചെയ്യാണ്ട് ബാക്കി എന്താണെന്ന് എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവനും പറയും, ചേച്ചി എന്താ ചെയ്യാനുള്ള, ചേച്ചി ട്രൈ ചെയ്യുക, എങ്ങനെയാണെങ്കിലും വി ആർ ദെയർ ഫോർ യു. ഞാനും അമീറാട്ടനും ഇവിടെ നിന്നുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യും, അച്ഛനമ്മ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യും, ഫാമിലി സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സൂര്യകൃഷ്ണമൂർത്തി സാറ് 2 കൊല്ലം മുന്നേ വന്ന്. അപ്പോൾ നമ്മളവിടെ പരിചയപ്പെടാനിടയായി. എന്തുകൊണ്ട് ഇന്ദുലേഖ എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് ചിന്തിച്ചുകൂടാ, വ്യത്യസ്തമായിട്ട് ഒരു ഹിന്ദു മിത്തോളജി ചെയ്യാതെ. ഇത് കേട്ട ഉടനെ ശരിക്കും എന്തോ നമ്മുടെ തലയിൽ ആപ്പിൾ വന്ന് വീടെന്ന് പറയില്ലേ, അപ്പം അങ്ങനൊരു ഫീലിംഗ് ആയിരുന്നു ഉള്ളിലുണ്ട്. അത് ആരോ കയ്യിൽ നിന്ന് കേട്ട മാതിരി എനിക്കത് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡായി. ദിസ് ഈസ് പ്രോബബ്ലി വാട്ട് ഐ വാസ് വെയിറ്റിംഗ് ഫോർ. ഇപ്പം മുതൽ എൻ്റെ വർക്ക് ഞാൻ ആരംഭിച്ചു. പിന്നെ എനിക്ക് ഫസ്റ്റ് വേണ്ടത് ഇന്ദുലേഖ വായിക്കാം. അപ്പം മുതലുള്ള ജേർണിയിൽ ഞാൻ പല ആൾക്കാരായിട്ട് സംസാരിക്കാനും പല ആൾക്കാരായിട്ട് ഇടപഴകാനും ഫോണിൽ സംസാരിക്കാനും ഒക്കെ ഇടയായി. ഇന്ദുലേഖ എഴുതാൻ ഉണ്ടായ സാഹചര്യം അതിനൊക്കെ പറ്റിയിട്ട് അന്വേഷിച്ചു. ഇത് തന്നെ ആക്ച്വലി ഒരു മഹാസമുദ്രമാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈ ഒരു ഒറ്റ നോവലിലൂടെ, അദ്ദേഹത്തിന് അധികം ഒന്നും എഴുതാൻ പറ്റിയില്ല. 2ാമത്തെ ശാരദ പൂർത്തീകരിക്കുന്നതിന് മുന്നേ അദ്ദേഹം മരിച്ചു. പക്ഷേ ഇത്ര ഒരു ഷോർട്ട് ലൈഫിൽ 52 വയസ്സിൻ്റെ ഉള്ളിൽ വെറും 2 നോവൽ ഇത്രേ എഴുതാൻ പറ്റിയുള്ളൂ. വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ ലക്ഷണമൊത്ത നോവലിലൂടെ അദ്ദേഹത്തിന് പറയാൻ പറ്റി. രാവിലെ 4 മണിക്ക് ഉണർന്ന് 7 വയസ്സും 8 മാസവും വീതം പ്രായമുള്ള മക്കളെ ഉണർത്താതിരിക്കാൻ വാഹനങ്ങൾക്കുള്ള ഗാരേജിലാണ് ചൈതന്യയുടെ ഇന്ദുലേഖ നൃത്തനാടകത്തിൻ്റെ ഓസ്ട്രേലിയയിലെ പ്രാക്ടീസ്. നായകൻ മാധവനായി രംഗത്ത് വരുന്ന ഷിജു മേനോൻ എന്ന പഴയ ഡാൻസ് ക്ലാസ്മേറ്റ് അന്നേരം 16,600 കിലോമീറ്റർ അകലെയുള്ള ഇംഗ്ലണ്ടിലെ തൻ്റെ വസതിയിൽ നിന്ന് ഐഫോണിലെ ഫേസ് ടൈം വീഡിയോയിലൂടെ പരിശീലനത്തിൽ പങ്കുചേരുന്നു. ഈ ദൃശ്യാവിഷ്കരണം എന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര മോഹിനിയാട്ടം ചെയ്യാം അങ്ങനെയായിരുന്നു ചിന്തിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ കൂടുതൽ ഇന്ദുലേഖ വായിക്കുമ്പോൾ എനിക്കതിൽ കുറേ കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അതിലേക്ക് വരണം. അത് എങ്ങനെയാണ് വരിക, ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഒരു നോവൽ എന്ന് പറയുമ്പോൾ എഴുത്തുകാരൻ്റെ ഭാവന മാത്രമല്ല, വായനക്കാരൻ്റെ ഭാവനയും അതിൻ്റെ ഒരുപാട് പങ്കുണ്ട്, വായനക്കാരുടെ ഭാവനയ്ക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അത് അതേപടി അവതരിപ്പിച്ചാൽ നമ്മൾ എത്ര ചെയ്താലും അതിന് ആ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ അതൊരു വലിയൊരു ചാലഞ്ചാണ് എൻ്റെ മുന്നിൽ. അപ്പം അതിൻ്റെ മുഴുവൻ നോവൽ എനിക്കെടുത്ത് ആദ്യത്തെ പ്രാവശ്യം അവതരിപ്പിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അതിലെ ഭാഗങ്ങളെടുത്ത് അത് എൻ്റെ ദൃഷ്ടികോണിലൂടെയായിരിക്കും അത് അവതരിപ്പിക്കുക. അതിന് ഞാൻ മൾട്ടിമീഡിയ, ഓഡിയോ വിഷ്വൽ
അങ്ങനെ അതിൻ്റെയും കൂടി സഹായത്തോടെയാണ് ഇത് അവതരിപ്പിക്കാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്ക്രിപ്റ്റ് സ്റ്റേജിലാണ് ഉള്ളത്. ഞാൻ ഓച്ചൊന്നു മേനോൻ്റെ പ്രപ്രൗത്രിയാണ്. എൻ്റെ മോള് അടുത്ത തലമുറ. അപ്പോൾ ഇത്രയും ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. ആഗ്രഹമുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്കത് പ്രാക്ടിക്കലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇപ്പോഴത്തെ തലമുറയിൽ എൻ്റെ മോളത് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ മോളിപ്പോൾ ഡോക്ടർ ഇത്രയും പഠിച്ച് ബ്രിട്ടനിൽ പോയി പഠിച്ച് അതിൻ്റെ ഓസ്ട്രേലിയയിൽ ഇത്രയായി കല്യാണം കഴിച്ച് കുട്ടികളായി വീണ്ടും ഈ നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഇന്ദുലേഖയിലേക്ക് തുടങ്ങിയത് എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം സാധാരണ ഒരു വെസ്റ്റേൺ കൾച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ നാച്ചുറലി നമ്മൾ അവിടുത്തെ കാര്യങ്ങളുമായിട്ട് മേർജ് ചെയ്യുക, അവിടെ നമ്മൾ അഡ്മയർ ചെയ്ത് പിന്നെ അതിലേക്ക് പോകാനുള്ളൊരു പ്രവണതയാണല്ലോ. അപ്പം അതില്ലാണ്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നതിലാണ് എനിക്ക് സത്യത്തിൽ അത് ഞങ്ങളുടെ ആരുടെയും പ്രേരണയൊന്നുമല്ല. അത് അവൾക്കായിട്ടൊരു വിഷൻ പോലെ തോന്നിയിട്ട് ഒരു ഇൻറ്റ്യൂഷനോ വിഷനോ എന്താ അറിയില്ല, അത് അവളായിട്ട് തന്നെ ചെയ്തതാണ്. കലയും സേവനവും സമാസമം ചേർത്ത് ജീവിതത്തെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ഡോക്ടർ ചൈതന്യ ഉണ്ണി വർത്തമാനകാലത്തെ ഇന്ദുലേഖകൾക്ക് പ്രചോദനമാവുമ്പോഴും സമൂഹത്തിൽ മാധവന്മാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നും മനസ്സിലാക്കുന്നു. പുതിയ വേഷത്തിൽ അവതരിക്കുന്ന സൂരി നമ്പൂതിരിമാർ അവരവരുടെ കന്യാവേട്ടയ്ക്ക് അതിനൂതനമായ സൈബർ ടെക്നിക്കുകൾ പ്രയോഗിക്കുമ്പോൾ പ്രതിരോധത്തിനും ഉപരോധത്തിനും പുതിയ വലകൾ പെൺകുട്ടികൾ നെയ്തെടുക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നേ ശോഭന ചേച്ചീൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാമിന് ഞാൻ പോയി. മായ രാവണൻ ഭയങ്കര രസമായിരുന്നു കാണാൻ. അപ്പോൾ എനിക്ക് ശരിക്കും എനിക്ക് ശരിക്കും ഡാൻസ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. ചേച്ചീൻ്റെ അടുത്ത് ബാക്ക് സ്റ്റേജിൽ സംസാരിച്ചു. ചേച്ചി എനിക്ക് ശരിക്കും ഡാൻസിലേക്ക് തിരിച്ച് വരാൻ പറ്റാത്ത സങ്കടം വരുന്നു, ഭയങ്കര എനിക്ക് ഇൻസ്പിറേഷനാണ്, എനിക്ക് ചെയ്യണമെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കുട്ടിയായി, ഞാൻ ജോലി. അപ്പോൾ ചേച്ചിനോട് ചോദിച്ചു, വൈ ഏൻ നീ ചെയ്യ മാട്ടേ, വൈ യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. ഞാൻ ആലോചിച്ചു, ശരി, ആ ഒരു ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അൺടിൽ റീസെൻ്റ്ലി. അപ്പം അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഏറ്റവും അധികം ഫിയർ ചെയ്യുന്നത് റിഗ്രറ്റ് എന്നുള്ള ഒരു ടേമിനെ ഞാൻ ശരിക്കും ഭയക്കുന്നത്. റിഗ്രറ്റ് എന്ന് പറയുന്ന ഒരു പദം തന്നെ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ടൈം എന്നുള്ള ഒരു ഫാക്ടർ നമുക്കൊരിക്കലും തിരികെ കിട്ടാത്ത ഒരു ഇറവേഴ്സിബിൾ സംഭവമാണ്. ടൈം നമുക്ക് ലൂസ് ചെയ്താൽ കഴിഞ്ഞു, നമുക്കൊരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മനസ്സിൽ തീർച്ചയായിട്ടും പാഷനേറ്റായിട്ട് ചെയ്യണം, അങ്ങനെ ആയിത്തീരണം, അല്ലെങ്കിൽ അങ്ങനെ അതിലേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് എന്താണോ നമ്മുടെ ആഗ്രഹം അതിലേക്ക് നമ്മൾ ഇൻവോൾവ് ആയിട്ട് നമ്മളത് ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു കാലത്ത് ആലോചിക്കും, അന്ന് എനിക്കത് ചെയ്യാമായിരുന്നു, അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആയേനെ, അല്ലെങ്കിൽ ഞാൻ അന്നത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളത് വേട്ടയാടിയും കൊണ്ടിരിക്കും, നമ്മളത് ഹോണ്ട് ചെയ്യും. അപ്പോൾ ശരിക്കും റിഗ്രറ്റ് എന്നുള്ളൊരു പദം ഞാൻ ശരിക്കും ഭയപ്പെടുന്നു. അതുകൊണ്ട് എനിക്ക് ശരിക്കും എൻ്റെ കൂട്ടുകാരോടും ഞാൻ എല്ലാവരോടും ഞാൻ എപ്പോഴും പറയും, നമുക്ക് എന്താണോ നമുക്ക് ശരിക്കും ആഗ്രഹമുള്ളത് നമ്മളത് ചെയ്യണം. അതിനുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തരും. നമ്മൾ ആ ഒരു മനസ്സിൽ ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ, ഉറച്ച വിശ്വാസം നമുക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ തന്നെ നമ്മളറിയാതെ അതിലേക്കുള്ള വഴി നമ്മൾ തന്നെ താനെ അത് എത്തിക്കും. അത് ദൈവം തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവും.